ആണ്. ഇപ്പോൾ ഇന്ന് സ്പെഷ്യല് വേറെ ഫുഡ് ഐറ്റംസ് ഒന്നുമല്ല, നമ്മളുടെ ഉണ്ണിക്കുട്ടനെ ഇന്ന് ശ്രീകൃഷ്ണനാക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഉണ്ണിക്കുട്ടൻ. മിക്കവർക്കൊക്കെ അറിയാമായിരിക്കും. ആദ്യം നമ്മൾ പുരികം വരയ്ക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവൻ ഒന്നിനും സമ്മതിച്ചില്ല. അതിനുശേഷം ഒരു ഐഡിയ വന്നു, അവനെ ഉറക്കിയതിന് ശേഷം വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിരികമൊക്കെ വരച്ച് കൊടുത്തത്, പക്ഷെ അത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അവൻ ഉറങ്ങി എഴുന്നതിന് ശേഷമുള്ളതാണ് ഈ ഒരു ഇത് നമ്മൾ പുരികമൊക്കെ വരച്ച് ഇതുപോലെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളവൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളാണെങ്കിൽ ഇതുപോലെ കളിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും കൂടെയാണ് ചുറ്റും ഇരുന്ന് കളിപ്പിച്ചത്. അവൻ നമ്മളിവിടെ തന്നെ കളിച്ചു. അങ്ങനെ ഇപ്പോൾ ആൾ ചില്ലായിട്ടുണ്ട് കേട്ടോ. ഇവനിപ്പം 1 വയസ്സായിട്ടുണ്ട്. നമ്മളാണെങ്കിൽ 1 വയസ്സിൻ്റെ ബർത്ത്ഡേയും അതുപോലത്തെ തന്നെ ആഘോഷങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ പോയി കാണുക. അപ്പോൾ നമ്മൾ കൃഷ്ണൻ്റെ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു പൊട്ടാണ് കേട്ടോ, കാതിൽ കമ്മലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ 2 കാതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവനെ കണ്ടപ്പോൾ ഒരു സുന്ദരി കുട്ടിയെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാതിലെന്തോ സംഭവിച്ചെന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ കാതിൽ കൈയിട്ട് കിറുക്കുവാണ് അവൻ. അങ്ങനെ അവൻ്റെ മുഖത്ത് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്. ടെക്സിൻ്റെ പൊട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിരിയത്തിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തിടാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരഞ്ഞെടുത്തത് റെഡും വെള്ളയുമാണ്. അങ്ങനെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഒന്നും അറിഞ്ഞുകൂടെയായിരുന്നു ഇതെന്താണെന്നൊന്നും അവന് മനസ്സിലായില്ല. എന്നാലും അവൻ ഇങ്ങനെ മാക്സിമം നമുക്ക് ചെയ്യാനായിട്ട് ഇരുന്ന് തന്നു. റെഡ് ഡോട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിരിയത്തിലൊക്കെ. അതിനുശേഷം നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു കുത്തു ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ള ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് അവൻ്റെ കുത്തിട്ട ലുക്ക്. അവനാണെങ്കിൽ സൈഡിലൊക്കെ മാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊക്കെ ഇങ്ങനെയൊക്കെ ശരിയാക്കി. ഈ സൈഡിലൊക്കെ കണ്ടോ, അത് അവൻ കൈയിട്ട് മാച്ചതാണ്. അതിനുശേഷം നമ്മളടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അവൻ്റെ ബനിയനൊക്കെ ഊരി കൃഷ്ണനാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്നും നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു യെല്ലോ കളർ ഷോൾ ഉണ്ടായിരുന്നു, അതിൽ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അവൻ കൊളാക്കിയ സ്ഥലമൊക്കെ നമ്മൾ നല്ല മാച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു എന്തോ ആലോചിച്ച് കൂട്ടുവാണ് അവൻ. അവൻ്റെ പിന്നെ ഒരു പലാസ പാൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കെട്ട് പോവുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സ് ചേഞ്ചൊക്കെ. ഇതിനും അവ അടങ്ങിയിരുന്നു തന്നില്ല. പിന്നെ ഞാനും എൻ്റെ മാമിയും കൂടെ ചേർന്നിട്ട് പ്ലീറ്റൊക്കെ വെച്ച് ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ സൈഡ് നമ്മൾ പ്ലീറ്റ് എടുത്ത് അതുപോലെ തന്നെ മടക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ ഉടുത്ത് കൊടുത്തത് ഇങ്ങനെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് ഓർണമെൻറ്റ്സ് ആണ്. ആദ്യം ഒരു മാല ഇട്ട് കൊടുത്തു. അതിനുശേഷം കയ്യിൽ ഒരു കെട്ടുന്ന സാധനം ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പുറത്തെ കയ്യിൽ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ആ ഒരു സാധനം. കൃഷ്ണൻ കുറച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഓടക്കുഴലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മയിൽപ്പീലി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ കയ്യിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു, അത് തലയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരുവിധം വച്ച് കൊടുത്തു. ലാസ്റ്റ് കുറച്ച് പോസൊക്കെ തന്നിരുന്നു, അത് ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു ഷോളിൻ്റെ ഒരു ഇത് കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു പിങ്ക് ഷോൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളെ മയിൽപ്പീലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ ഇരുത്തി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഷീറ്റിൽ അവൻ എല്ലാ സാധനങ്ങളും ഊരി പറക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതൊക്കെ എടുത്ത് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഷീറ്റിൻ്റെ പുറത്ത് അവനെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് തരില്ല എന്നുണ്ടെങ്കിലും അവൻ ലാസ്റ്റ് പോസൊക്കെ തന്നിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ഷോളൊക്കെ കിട്ടി. നമ്മൾ ഷോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞായതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇതെന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവൻ പിന്നെ കുറച്ചൊക്കെ വികൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ആൾ ഓക്കെ ആയി. അപ്പം ഇതാണ് കണ്ണൻ്റെ ലാസ്റ്റ് ലുക്കെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവനെ എഴുപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അസൽ കൃഷ്ണനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഷോൾ ഇട്ട ഫോട്ടോയാണോ ഷോൾ ഇടാത്ത ഫോട്ടോയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.